ഹായ് ഹലോ. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഈ റെസിപ്പി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടാനുസരണം എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമേ കാണുന്ന ആ ബ്രൗൺ കളർ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ചെത്തി മാറ്റണേ. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ചിരവി എടുക്കുകയാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ആ ബ്രൗൺ കളർ പെടാതെ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കി വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അതുകൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചെറു തീയിൽ നമ്മളിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. തീ കൂട്ടി വെച്ച് വഴറ്റുകയെന്ന് വെച്ചാൽ ഈ നാളികേരത്തിൻ്റെ കളറെല്ലാം മാറിപ്പോകും. അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ച് ചെയ്യണമെന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് നാളികേരം ഒരല്പം ശർക്കരയും ഉണ്ടെന്ന് വെച്ചാൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അധികം വില കൊടുത്ത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന മധുരപലഹാരങ്ങളെക്കാളും എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ വീട്ടിൽ ഇതുപോലെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ. ഇത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് ഉരുക്കിയെടുക്കണേ. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ 4 മണി പലഹാരങ്ങളുടെയും കുറേ കറികളുടെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. ഈ നാളികേരത്തിലുള്ള വെള്ളമയമെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. അരിച്ച് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ചില ശർക്കരയിൽ കല്ലുണ്ടാവുകയും അപ്പോൾ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. നമ്മൾ പാനിൽ നിന്ന് വേർവിട്ട് വരുന്ന രീതിയിലാവുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക നല്ലപോലെ പൊടിഞ്ഞ് കിട്ടാനായിട്ട് നമ്മളൊരല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുവേ. വീണ്ടും നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, ചട്ടിയിൽ നിന്നെല്ലാം വേർവിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാകം ആയിട്ടില്ല. നമ്മൾ കുറച്ച് നേരം കൂടി ഇളക്കുകയാണെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ ഒന്ന് വേർവിട്ട് കിട്ടുക. നമ്മൾ ഈ പാത്രത്തിൽ ഏത് സൈഡിലും പിടിക്കാത്ത രീതിയിൽ ആയി കിട്ടും. നമ്മൾ തേങ്ങാ പരിപ്പ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ പാത്രത്തിൽ ഒരല്പം നെയ്യ് തടവി വെക്കണേ. ഇല്ലയെന്ന് വെച്ചാൽ നമ്മളൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ അത് ചെയ്ത് വെക്കണം. ഇല്ലയെന്ന് വെച്ചാൽ ഇത് ചൂട് ആറിപ്പോയെന്ന് വെച്ചാൽ പെട്ടെന്ന് സെറ്റായി കിട്ടില്ല. ഞാനൊരു പാത്രത്തിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ കൂട്ടുണ്ടല്ലോ, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതാ സ്പാച്ചില വെച്ച് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ സ്പൂണുണ്ടല്ലോ, അതിൻ്റെ ബാക്ക് വശത്തിൽ ഒരല്പം നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ ഒട്ടാതെ നമ്മൾക്ക് കിട്ടും. ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് നല്ലപോലെ തണുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പായി തന്നെ നമ്മളിതൊന്ന് കോഡിട്ട് കൊടുക്കണേ. അതായത് ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. നല്ലപോലെ തണുത്തു എന്ന് വെച്ചാൽ ലൈൻ ഇട്ടാൽ നമുക്ക് നേരാവണ്ണം കിട്ടില്ല മുറിച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ നേരം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം പാത്രത്തിൽ നിന്ന് നമുക്ക് വേർപെടുത്തിയെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള തേങ്ങാ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര വെച്ചും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ തേങ്ങാ പരിപ്പ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്യാനും അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ. നമ്മൾ പരിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള നാളികേരം മിക്സിയിൽ പൊടിച്ചെടുത്തല്ലോ. അതെന്താണെന്നറിയോ, നമ്മൾ എല്ലാ പീസുകളും ഒപ്പം വേവായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ചിരവി എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പീസുകളും ഒരുപോലെ കിട്ടില്ല. ചില പീസുകൾ വലുതും ചില പീസുകൾ ചെറുതുമായിരിക്കും. അപ്പോൾ പരമാവധി മിക്സിയിലൊന്ന് കറക്കിയെടുക്കാൻ നോക്കണേ. ഞാൻ ഏലക്കാപ്പൊടി ഇട്ടതിന് ശേഷം 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. ഇത് നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം ഒരു എയർ ടൈറ്റുള്ള പാത്രത്തിലാക്കി സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണും വരയ്ക്കും ബൈ.